ശബരിമലയിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ച് ദേവസ്വം ബോർഡ്. സ്മാർട്ട് ക്രിയേഷൻസുമായി പോറ്റി മുഖേനയുള്ള വാറന്റി ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും മലക്കം മറിഞ്ഞു. പീഠം നഷ്ടപ്പെട്ടുവെന്ന് പരാതി പറഞ്ഞിട്ടില്ലെന്ന് പോറ്റി ഇന്ന് പ്രതികരിച്ചു. വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. വ്യാഴാഴ്ച പത്തനംതിട്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ആദ്യ സമരം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് ക്രിയേഷൻസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേനയുള്ള വാറന്റി ഉപേക്ഷിച്ച് ഇനി സ്വന്തം നിലയിൽ നേരിട്ട് ഇടപാടുകൾ നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 2019 ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം പോറ്റിയുടെ പേരിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് വാറന്റി എഴുതിയത്. 40 വർഷത്തേക്കായിരുന്നു വാറന്റി. ഇതുപേക്ഷിക്കുന്നതിലൂടെ 18 ലക്ഷം രൂപയുടെ നഷ്ടം ബോർഡിനുണ്ടാകും. പോറ്റിയുടെ തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ് വാറന്റി ഉപേക്ഷിക്കാൻ ബോർഡ് തീരുമാനമെടുത്തത്. സ്മാർട്ട് ക്രിയേഷൻസുമായി വാറന്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം കൂട്ടിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഈ 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്. നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞെന്നാണ് രേഖകളിലുള്ളതെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ പറഞ്ഞു. സ്വർണം നഷ്ടമായതിൽ അന്വേഷണം വേണമെന്നും പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടു. മല്യ കൊടുത്ത സാധനം സ്വർണം തന്നെ ആയിരുന്നു. അത് ഇന്നലെ പറയുന്നിട്ട് 24 ക്യാരറ്റ് സ്വർണം തന്നെ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള അത്രയും സാധനം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അന്വേഷിക്കണം. 19 അത് കൊണ്ടുപോയപ്പോൾ അഴിച്ചുകൊണ്ട് പോയപ്പോൾ അതിന് ശേഷം വന്ന ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. ഇതിന് മുമ്പ് നടന്ന ഒരു വർക്കിൻ്റെ സമയത്താണ് അത് പോയെന്നുള്ള ധാരണയിലാണ് അത് പറയുന്നത്. അന്നത്തെ ഇനി ചെമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എവിടെ നഷ്ടപ്പെട്ടതെന്നുള്ളതും കൂടെ അന്വേഷിക്കണം. സ്വർണ്ണപ്പാളി വിവാദങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ സമരപരിപാടികൾക്ക് രൂപം നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും ഇതൊരു കൂട്ടുകച്ചവടമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ട്. അവർ കൂടിയുള്ള കൂട്ടുകച്ചവടമായിരുന്നു. വിവാദങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആറന്മുള തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് നാമജപ ഘോഷയാത്ര നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.